സഹോദരിമാരോട് ദൈവത്തിന്റെ വചനം പറയുവാൻ ദൈവം ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നമിക്കുന്നു. മാത്രമല്ല ദോഹയിലുള്ള എല്ലാ സഹോദരിമാരോടും എന്റെ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല എന്നെ ഇതിന് ക്ഷണിച്ച ലിസയോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. മാത്രവുമല്ല എന്നെ ഈ ദിവസങ്ങളിൽ ലിസ വിളിച്ചപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, ഞങ്ങള് സഹോദരിമാര് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ സഹോദരിമാരോടും ഞാൻ ദൈവത്തിന്റെ നാമത്തില് നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള കഴിവില്ല, എന്നാല് നിങ്ങൾക്ക് പലർക്കും പ്രചോദനമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സംഭവം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്റെ സമയം ഇച്ചിരി കൂടിപ്പോയാലും മീൻസ് ഞാൻ സമയത്ത് നിർത്തും, എന്നാൽ അതിനു വേണ്ടി ഒരു വേസ്റ്റ് ചെയ്താൽ അത് വേസ്റ്റ് അല്ല എന്ന് വെച്ചുകൊണ്ട് എന്റെ വിഷയത്തിന് മുമ്പ് ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ല 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഊരമനയിൽ നിന്ന് മാറി എറണാകുളത്ത് അല്ല കൈനാട്ട് എന്ന സ്ഥലത്ത് സൺഡേ സ്കൂളിന്റെ ഒരു വാർഷിക മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഊരമനയിലുള്ള സഹോദരി മീൻസ് സൺഡേ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും, കടമറ്റ സഭയിലെ മെമ്പറാണ് ഞാൻ, കടമറ്റ സഭയിലുള്ള എല്ലാ മെമ്പേഴ്സും കുട്ടികൾക്കും അന്ന് ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി റെഡിയായി. എനിക്ക് ഒരു കഥയാണ് തന്നിരുന്നത്. എന്റെ ചേട്ടത്തിയനിയത്തിമാർക്കെല്ലാം ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ കഥ ആയിട്ട് ഞാൻ അന്ന് കൈനാട്ട് സഭ, വാളകം സഭ, ഇങ്ങനെയുള്ള പല സഭകളിലുള്ള സഹോദരിമാര് അല്ല സൺഡേ സ്കൂളിലെ കുട്ടികള് കൂടി വന്നിരുന്നു. അപ്പൊ അന്ന് എന്റെ അപ്പച്ചനായിരുന്നു അന്നത്തെ മാസ്റ്റർ ഓഫ് സെറമണി വഹിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നല്ല വെള്ളം പോലെ കഥ അമ്മച്ചനെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് സ്കൂളിൽ അന്ന് കോമ്പറ്റീഷന് പോകാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ പകുതി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കഥ പറയാൻ അറിയത്തില്ല. അമ്മച്ചിയും അവിടെ എന്റെ ചേട്ടത്തിയനിയത്തിമാരും എല്ലാം ഇരുന്ന് കൈ കാട്ടുന്നുണ്ട്, കാല് കാട്ടുന്നുണ്ട്, എല്ലാം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു നിർവാഹവും ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി ആ കഥ പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോള് വെക്കോ. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മേലില് ഈ പരിപാടിക്ക് എന്നെ കൊണ്ട് ഒക്കത്തില്ല, എനിക്കതിനുള്ള കഴിവില്ല, എനിക്കതിന് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ ഒരു സുശേഷന്റെ ഭാര്യയായിട്ട് തീർന്നു. അപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിനുശേഷം എന്റെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അച്ഛൻ്റെ അസുഖത്തോടുള്ള ബന്ധത്തിലാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമെന്നറിയാം. ഞങ്ങളുടെ കല്യാണം പ്രപ്പോസൽ ചെയ്തപ്പോൾ തന്നെ എന്റെ ഭർത്താവിന് 2 സ്ട്രോക്ക് കഴിഞ്ഞതായിരുന്നു. ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. 3ാമത്തെ സ്ട്രോക്ക് കാരണം കൊണ്ടാണ് ഞങ്ങള് ഗോളിയാർ വിട്ടിട്ട് നാട്ടിൽ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അല്ലെങ്കിൽ ഗോളിയാർ വിടത്തില്ലായിരുന്നു, നോർത്ത് ഇന്ത്യ വിടത്തില്ലായിരുന്നു. എന്നാൽ ഈ അസുഖത്തിന്റെ കാരണം കൊണ്ടാണ് നാട്ടിൽ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അങ്ങനെ നാട്ടിൽ വന്നു. CSF എന്റെ അമ്മച്ചി തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് സഹോദരിമാരുടെ ഇടയ്ക്കുള്ള മധ്യത്തിലുള്ള ശുശ്രൂഷ. അപ്പോൾ അതിനുശേഷം എന്നെ അമ്മച്ചി എല്ലാ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിലെ പത്തനംതിട്ടയിലുള്ള നിന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അങ്കിള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശാന്തേ, നിന്റെ അമ്മച്ചി പ്രസംഗിക്കും, അതുകൊണ്ട് ഈ മാസത്തെ സഹോദരിമാരുടെ മീറ്റിംഗ് നീ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അമ്മച്ചി പ്രസംഗിക്കും എന്നുള്ളത് ശരിയാണ്, എന്നാൽ എനിക്ക് ക്ലാസ് എടുക്കുവാനോ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കോ ഒന്നും എനിക്ക് സാധിക്കത്തില്ല. എനിക്ക് പേടിയാണ്. എന്റെ കാലിന്റെ മുട്ട് 2 കൂട്ടിമുട്ടുന്ന അവസ്ഥയാണ് എന്ന് ഞാൻ അന്ന് ഇതിനോട് പറഞ്ഞു. എന്നിട്ട് അങ്കിള് 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ആ 3 പ്രാവശ്യം ഞാൻ നോ പറഞ്ഞു. ഞാൻ അന്ന് ക്യാമ്പിന് പോയില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മച്ചീനെ അങ്കിള് വിളിച്ചു. അമ്മച്ചിയോട് പറഞ്ഞു, ശാന്തേ, മോളെ വിളിച്ചു, മോള് വന്നില്ല. അമ്മച്ചി അപ്പൊ സുഖമില്ലാതെ കിടക്കുവാണ്. മോള് വിളിച്ചു, മോളെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി എന്നെ വിളിച്ചു. ഞാൻ കടമറ്റ തരുന്നു. അന്ന് അമ്മച്ചി എന്നെ കൊണ്ട് ഒരു പ്രോമിസ് ചെയ്യിപ്പിച്ചു. ഇനി മേലില് നീ ആര് വിളിച്ചാലും, നിന്റെ ദൈവത്തിന്റെ വചനവുമായിട്ട് ആര് നിന്നെ സംസാരിക്കാൻ വിളിച്ചാലും നീ നോ പറയത്തില്ല എന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മച്ചിയോട് ഒത്തിരി എക്സ്ക്യൂസസ് എല്ലാം പറഞ്ഞു. അപ്പൊ അമ്മച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞു, ബിലയാമിന്റെ കഴുതയ്ക്ക് ഒരു പാട്ടുമില്ല. ബിലയാമിന്റെ കഴുത സംസാരിച്ചത് ബിലയാമിന്റെ കഴുതയുടെ മുഹൂർത്തം കൊണ്ടൊന്നുമല്ല. ബിലയാമിന്റെ കഴുതയുടെ വായില്
ദൈവത്തിന്റെ വചനം ദൈവം കൊടുത്തു. അതുകൊണ്ട് ബാക്കിയുള്ള കഴുതകളിൽ നിന്ന് വ്യത്യസ്തമായ കഴുതയൊന്നും അല്ലായിരുന്നു ബിലിയാമിന്റെ കഴുത. എന്നാൽ സംസാരിപ്പാനായിട്ട് ദൈവമാണ് കൊടുക്കുന്നത്. അങ്ങനെ ദൈവം കൊടുക്കുമ്പോൾ നിന്നെ ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാല് ദൈവം നിനക്ക് സംസാരിപ്പാനുള്ള കഴിവും നിനക്ക് തരും എന്ന് അന്ന് എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം റാന്നിയിലുള്ള സഹോദരിമാരെന്നെ മിനിസ്ട്രിക്കായിട്ട് വിളിച്ചു. അന്നാണ് ആദ്യമായിട്ട് 2 പിള്ളേരും ഉണ്ടെന്ന് കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ റാന്നിയിലല്ല തൃശ്ശൂരുള്ള നെല്ലിക്കുന്നത്തൊന്നുള്ള മെസ്സേജ് നിൽക്കുവാനായിട്ട് ആദ്യമായിട്ട് ഇന്ന് ഞാൻ അതെല്ലാം എന്റെ മനസ്സിൽ കൂടെ പോയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അന്ന് അവിടെ പോവാനായിട്ട് ഞാൻ പറഞ്ഞു. അന്ന് നിന്ന് ഞാൻ സംസാരിച്ച എന്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഭയന്ന് എന്റെ 2 മുട്ടും കൂട്ടിയടിച്ച് അങ്ങനെ ഭയത്തോടു കൂടിയാണ് ഞാനന്ന് ദൈവത്തിന്റെ വചനം പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അന്ന് പലരും എന്നോട് വന്നിട്ട് പറഞ്ഞു ആ മെസ്സേജ് അവർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നും രാവിലെ ഞാൻ അത് തന്നെ ഓർത്തു. 9ാം ക്ലാസ്സിലുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത് ഞാൻ ഓർത്തു. അത്രയും കഴിവ് എനിക്ക് ഇന്നും ഉള്ളൂ. എന്നാല് ബിലിയാമിന്റെ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ദൈവമാണ് എന്നുള്ളത് എനിക്ക് ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ എനിക്ക് ധൈര്യത്തോട് പറയുവാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെയുള്ള എല്ലാ സഹോദരിമാരോടും അത് തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പാട്ട് പാടുവാൻ പറഞ്ഞാല്, ഒരു മെസ്സേജ് പറയുവാനായിട്ട് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞാല് ഒരിക്കലും നിങ്ങൾ നോ പറയുവാനായിട്ട് പാടില്ല. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളല്ല സംസാരിക്കുന്നത്, നിങ്ങളെ കൂടെ ദൈവമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആ ചാൻസ് തന്നത് ദൈവമാണ്. അത് നിങ്ങളുടെ മിടുക്കോ അല്ലെങ്കിൽ എന്റെ മിടുക്കോ ഒന്നുമല്ല. ബിലിയാമിന്റെ കഴുതയെ ഓർത്തു കഴിഞ്ഞാല് എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ദൈവത്തിൽ നിന്നുള്ള പ്രാഗൽഭ്യം തരും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിന്, വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് ഇന്ന് ഞാൻ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ജീവിതത്തിൽ നോക്കിയാലും ആ സത്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ പ്രായോഗിക അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒന്ന് നോക്കിയാൽ പോലും ആ സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ സത്യമാണ് ഗലാത്യ ലേഖനം അവിടെ ലിസയിട്ടേക്കുന്നത് പോലെ തന്നെ ഗലാത്യ ലേഖനം 6ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകിയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സകവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഈ കാര്യം വിതയ്ക്കുന്നത് കൊയ്യും. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് മുമ്പിൽ വിതയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ്. ഇത് കൊച്ചുകുട്ടികൾക്കും ടീനേജേഴ്സിനും മക്കൾക്കും മരുമക്കൾക്കും അമ്മായിമ്മമാർക്കും വെല്ലുമിച്ചമാർക്കും എല്ലാവർക്കും ആവശ്യമായ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് വിതയ്ക്കുന്നത് കൊയ്യും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. അത് മനുഷ്യൻ എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ പേര് വെച്ചൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ചും കൂടെ അതിന്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ശാന്ത വിതയ്ക്കുന്നത് ശാന്ത തന്നെ കൊയ്യും. ശാന്ത വിതയ്ക്കുന്നത് ശാന്ത തന്നെ കൊയ്യും. ദൈവത്തിന്റെ വചനം അതാണ് അത് അവിടെ പറയുന്നത്. സ്വാഭാവികമായ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം ഞാൻ വിതയ്ക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരുവാനായിട്ട് ഉണ്ടാകും. ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല മാർക്ക് കിട്ടുമ്പോൾ, അതുപോലെ ആത്മീയരായിട്ട് ജീവിക്കുമ്പോൾ, അവർക്ക് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം പറയും, ഞാൻ ചെയ്തു, ഞാൻ പഠിച്ചു, ഞാൻ അവരെ പഠിപ്പിച്ചു, ഞാൻ അധ്വാനിച്ചു, എനിക്കിതെല്ലാം നേടിയെന്ന് പറയും. അപ്പോൾ ഞാൻ എന്നുള്ള ആ വാക്ക് നമ്മളിന്റെ സഹോദരിമാർക്ക് സ്പെഷ്യലി ആ വാക്ക് നമ്മൾ പറയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ തോൽവികളോ ഉണ്ടാകുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അലതള്ളുമ്പോൾ നാം പറയും, ഞാൻ എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിങ്ങൾ കാരണം, ഭർത്താവ് കാരണം, മക്കൾ കാരണം, മരുമക്കൾ കാരണം, അല്ലെങ്കിൽ അമ്മയപ്പന്മാർ കാരണം ഞാൻ ഇത് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയും. അപ്പോൾ എന്നാല് ദൈവത്തിന്റെ വചനം പറയുന്നു, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും. അപ്പോൾ ചിലപ്പോൾ
എന്നാല് നമ്മള് വിതയ്ക്കുന്ന കൊയ്യും എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഒരു കാര്യവും പറയുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ മക്കളില്ലാതെ അവസ്ഥ ഉണ്ടാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവര് വിതച്ചത് കൊയ്യുന്നതാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് വലിയ ഉത്സാഹമാണ്. നമ്മൾ പുറത്തൊക്കെ വലിയ ഇതായിട്ട് കാണിക്കുമെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മനസ്സുകൊണ്ട് പറയും അവര് ചെയ്തതിന്റെ അവരനുഭവിച്ചതാണ്. അങ്ങനെ പറയുന്നത് പാപമാണ് കേട്ടോ സഹോദരിമാരെ. മറ്റുള്ളവരെ പറ്റി നമ്മള് പറയുന്നത് അല്ലെങ്കിൽ അതനുസരിച്ച് നാം അവരോട് ഇടപെടുന്നത് അത് പാപമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മാത്രമല്ല അതിന്റെ ഫലവും നാം അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് ഈ വ്യക്തമായിട്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇയ്യോബിന്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാല് അത്രമാത്രം ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം വരുന്നതാണ്. ഇയ്യോബിനെ കുറിച്ച് ഓർക്കുമ്പോൾ 10 മക്കളും മരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല അവനുള്ള എല്ലാ സമ്പത്തും അവൻ നഷ്ടപ്പെട്ടു പോയി. മാത്രവുമല്ല അവന്റെ ദാസദാസന്മാര് വസ്തുക്കൾ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇയ്യോബ് തീർന്നു. എന്നാല് അവൻ വിതച്ചതിന്റെ ഉത്തരം വിതച്ചത് കൊയ്തല്ല കേട്ടോ. അവനെ കുറിച്ച് ദൈവം പറയുന്നത് ഇയ്യോബ് 1:1 വാക്യത്തിൽ പറയുന്നത്, ഊഷ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന്റെ സ്വഭാവം അവിടെ പറയുകയാണ്. എന്നാല് അവനോട് കൂടെ വന്നിരിക്കുവാനായിട്ടും അവന്റെ ദുഃഖത്തിൽ പങ്കുചേരാം എന്ന പ്രിറ്റൻസോട് കൂടി ഇരുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവര് ഈ ദാവീദിനെ ഈ ഇയ്യോബിനെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. നീ ചെയ്തതിന്റെ ഫലമാണ് നീ അനുഭവിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ അവരെ കുറിച്ച് ദൈവം പറയുന്നതായിട്ടുള്ള വാക്യങ്ങള് നമുക്ക് ഭയനിർദ്ദേശത്തിനാണ്. അത് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലാണ് പറയുന്നത്. അവിടെ പറയുന്ന 42:7 മുതലുള്ള വാക്യത്തിൽ യഹോവ ഈ വചനങ്ങൾ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തോമനായ എലീഫസിനോട് അരുളി ചെയ്ത്, നിന്നോട് നിന്റെ 2 സഹോദരന്മാരോട് എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. അതേ മറ്റുള്ളവരുടെ നേരെ കൈ ചൂണ്ടുമ്പോൾ നമ്മളുടെ നേരെ ദൈവം കോപം ജ്വലിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായിട്ട് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളെ 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടു ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. അതുകൊണ്ട് ഈ വിതയ്ക്കുന്ന കൊയ്യും എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അത് അന്ന് പറഞ്ഞാല് അത് ദൈവം കോപിക്കുന്ന ഒന്നാണ്. നാം മൂഢതയാണ്, നാം വിട്ടികളാണ്. മാത്രമല്ല അതിന് നമ്മള് നാശം കൊയ്യുവാനായിട്ട് ഇടയായിട്ട് തീരും. നമുക്കിനി വിതയ്ക്കുന്നവർ അറിയേണ്ട 4 പ്രധാനപ്പെട്ട സത്യങ്ങള് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മള് വിതയ്ക്കുന്നവര് നമുക്കറിയാം, നാം എല്ലാവരും വിതയ്ക്കുന്നവരാണ്. ആ വിതയ്ക്കുന്നവർ അറിയേണ്ടതായിട്ടുള്ള 4 പ്രധാനപ്പെട്ട സത്യങ്ങളുണ്ട്. ഒന്നാമത്തായിട്ടുള്ള സത്യം, കൊയ്യുവാൻ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നത്, അഥവാ വിതയ്ക്കുന്ന വ്യക്തി കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, കൊയ്യുവാൻ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നത്, അഥവാ വിതയ്ക്കുന്ന വ്യക്തി കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കിയാൽ അറിയാം. നാം ഒരു ചെടി നടുന്നത്, ഒരു റോസാപ്പൂ ചൊട്ടുന്നത് നമുക്ക് റോസാപ്പൂ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഒരു മുല്ല നാം നടുന്നത് മുല്ലപ്പൂ കിട്ടുന്നതിനും അതിന്റെ മണം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ പച്ചക്കറികൾ നടുന്നത് നമുക്ക് പച്ചക്കറി കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമത്തതുള്ളത് വിതയ്ക്കുന്നത് നാം കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, വിതയ്ക്കുമ്പോൾ ഏത് വിത്ത് വിതച്ചുവോ അതിന്റെ ഫലം നാം കൊയ്യും. വിതയ്ക്കുമ്പോൾ ഏത് വിത്ത് വിതച്ചുവോ അതിന്റെ ഫലം നാം കൊയ്യും. നമുക്കതറിയാം. നാം മത്തായി എഴുതിയ സുവിശേഷത്തിൽ അത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് അല്ലാതെ രീതിയിൽ ചിന്തിച്ചാലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. നാം മുള്ള് വിതച്ചാൽ നമ്മൾക്ക് ഒരിക്കലും അതിൽ നിന്ന് മാമ്പഴം കിട്ടത്തില്ല. മുള്ള് വിതച്ചാൽ മുള്ളിന്റെ ഫലമേ കിട്ടത്തുള്ളൂ. മാങ്ങ വിതച്ചാൽ മറ്റൊരു മാമ്പഴം കിട്ടത്തുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അവരുടെ ഫലങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അതുകൊണ്ട് വിതയ്ക്കുമ്പോൾ ഏത് വിത്ത് വിതച്ചുവോ അതിന്റെ തന്നെ ഫലം കായ്ക്കും. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, മൂന്നാമത്തെ പോയിന്റ്, വിതയ്ക്കുന്നതിലും അധികം നാം കൊയ്യും. വിതയ്ക്കുന്നതിലും അധികം കൊയ്യും. അത് നമുക്കറിയാം. ഒരു മാങ്ങേണ്ടി നമ്മൾ കുഴിച്ചിട്ടു,
അതിൽ നിന്ന് നമ്മള് ഒരു മാങ്ങയല്ല നമുക്ക് കിട്ടുന്നത്, ഒരു വർഷമല്ല നമുക്ക് കിട്ടുന്നത്, വർഷങ്ങളോളം നമ്മുടെ വെല്ലിപ്പച്ചന്മാര് കുഴിച്ചിട്ടത് പോലും നമുക്ക് കിട്ടും. അതിങ്ങനെ കണ്ടിന്യൂസ് വരെയാണ്. അപ്പോൾ നാം ഓർക്കണം, നാം വിതയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെയല്ല, നമ്മുടെ കൊച്ചുമക്കൾക്കും കൂടെ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടുള്ളതല്ല. നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മുടെ വെല്ലിപ്പച്ചന്മാര് വിതച്ചതിന്റെ നന്മയാണ്. തിന്മയും നമ്മൾ അനുഭവിക്കും, നന്മയും അനുഭവിക്കും. വിതയ്ക്കുന്നതിലും അധികം നാം കൊയ്യും. നമുക്ക് അതും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഹോശയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 8-ന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കായ്ക്കുന്നു, അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്യും. ഹോശിയ 8-ന്റെ 7-ാം വാക്യത്തിലാണ് പറയുന്നത്, കാറ്റാണ് വിതച്ചത്, എന്നാൽ കൊയ്തപ്പോൾ എന്താണ്? ചുഴലിക്കാറ്റ് കൊന്നു. ഒരു മാവാണ് കുഴിച്ചിട്ടത്, അതിൽ നിന്ന് വർഷങ്ങളോളം എത്രയോ മാങ്ങയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ മുള്ളു കുഴിച്ചിട്ടാലും അതിൽ നിന്ന് ഒരു വർഷമല്ല, തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 4-മതായിട്ടുള്ള പോയിന്റ്, വിത്ത് ഏതെന്ന് അറിയാൻ പാടില്ലാതെ വന്നാലും നാം വിതച്ചത് കൊയ്തേ മതിയാവുകയുള്ളൂ. വിത്ത് അറിയത്തില്ലായിരുന്നു, വിത്ത് കൊതിച്ചപ്പോ അറിയത്തില്ലായിരുന്നു, എന്നാല് വിതച്ചത് കൊയ്തേ മതിയാവുകയുള്ളൂ. നമുക്കൊക്കെ അറിയാം, നമ്മള് ചെടികളുടെ വിത്ത് മേടിക്കും, കടകളിൽ നിന്നൊക്കെ മേടിക്കും. കടകളിൽ നിന്ന് മേടിച്ച് നമ്മൾ വിതയ്ക്കും. നമ്മളത് വിതയ്ക്കും. വിതച്ച് കഴിയുമ്പോൾ നമ്മള് നല്ല വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് വിതയ്ക്കുന്നത്, നമ്മൾ കൊണ്ടുവന്ന് വിത്ത് മേടിച്ചത്. എന്നാൽ വിതച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് കാട്ടുവിത്തായിരുന്നു. അതുകൊണ്ട് കിട്ടിയത് കൈപ്പുള്ള ഇതും ചീത്തയായിട്ടുള്ളതാണ്. വിത്ത് നമ്മളുടെ വിതച്ചതാണ്. വിത്ത് ഏതെന്ന് അറിയാൻ പാടില്ലാതെ വന്നാലും നാം വിതച്ച വിത്തേ കൊയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ദേവദേവയുടെ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ അത് നന്നായിട്ട് പറയുന്നു. അവിടെ വിത്തിന്റെ കൂടെ മറ്റേ വിത്തും കൂടെ വിതച്ചത് മുഖാന്തരമായിട്ട് വിത്തും കളയും ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. മത്തായി 13-ന്റെ 24 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, വിത്ത് ഏതെന്ന് അറിയാൻ പാടില്ലാതെ വന്നാലും നാം വിതച്ചത് കൊയ്തേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വിത്തിനെ കുറിച്ചും വിതയെക്കുറിച്ചും കൊയ്ത്തിനെ കുറിച്ചും ഒക്കെ ദൈവത്തിന്റെ വചനത്തിൽ വളരെ പ്രധാനപ്പെട്ടുണ്ട്. നമ്മൾ പുതിയ നിയമം മുഴുവനും വായിക്കുമ്പോൾ അനേക ഉപമകളിൽ കൂടെയും മറ്റുള്ള കാര്യങ്ങൾ കൂടെയും കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിതയെക്കുറിച്ചും വിത്തിനെ കുറിച്ചും അതുപോലെ കൊയ്ത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സത്യമാണ്, ദൈവമക്കളെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യമാണ് വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ളത്. ഞാൻ ഇന്ന് ഒരു പോയിന്റിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഞാൻ നമുക്ക് ചിന്തിച്ചു കഴിയുമ്പോൾ മറ്റുള്ള പോയിന്റുകൾ നമുക്ക് തന്നെത്താനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കാരണം വിതയ്ക്കുമ്പോഴുള്ള വിത്തിനോടുള്ള ബന്ധത്തിലായതുകൊണ്ട് ഒന്ന് വിതയ്ക്കുമ്പോൾ 3-ാമത്തെ പോയിന്റ് തന്നെ പറയുന്നത് വിതയ്ക്കുന്നതിൽ അധികം കൊയ്യും. അത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം വിധിച്ച കാര്യങ്ങളോടുള്ള ബന്ധത്തിലാകും. അപ്പൊ ഒരു പോയിന്റ് മാത്രം, 1-ാമത്തെ പോയിന്റിനെ കുറിച്ച് മാത്രം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. ഗലാത്യർ 6-ന്റെ 7, 8, 9 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നുള്ളത്. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് തന്നെ ഈ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 തരമുള്ള വിത്തുകൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ജഡത്തിന്റെ വിത്ത്, 2-ാമത് ആത്മാവിന്റെ വിത്ത്. ജഡത്തിന്റെ വിത്ത് എന്ന് പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തികള്, ആത്മാവിന്റെ വിത്ത് എന്ന് പറഞ്ഞാല് ആത്മാവിന്റെ പ്രവൃത്തികള്. അപ്പോൾ നമ്മുടെ കയ്യില് ഈ 2 തരത്തിലുള്ള വിത്തുകൾ ഉണ്ടെന്ന് ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. ഒന്ന് ജഡത്തിന്റെ വിത്ത്, 2 ആത്മാവിന്റെ വിത്ത്. ഈ ജഡത്തിന്റെ വിത്ത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യത്തില് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ജഡത്തിന്റെ വിത്തുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിന് അനേക ഭാഗങ്ങളില് ഈ ജഡത്തിന്റെ വിത്തുകളെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് ജഡത്തിന്റെ വിത്ത് എന്ന് പറഞ്ഞ ജഡത്തിന്റെ പ്രവൃത്തികള് ഇവിടെ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. ഇതെന്നതാ? നമ്മൾ ഈ ലോകത്തിലുള്ള വിത്തുകളാണ്. എന്തിന്റെ വിത്തുകളാണ്? ജഡത്തിന്റെ വിത്തുകളാണ്.
അതുപോലെ എഫീസറിന്റെ 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യത്തിൽ അത് തന്നെ അങ്ങനെയുള്ള ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, അത് കഴിഞ്ഞിട്ട് ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇതൊക്കെ എന്തിന്റെ വിത്താണ്? ജഡത്തിന്റെ വിത്തുകളാണ്. അതുപോലെ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി പറയാം, മത്തായി 15:19 വലിയ ഒരു ജഡത്തിന്റെ വിത്തിന്റെ ലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 1 പത്രോസ് 2:1 വാക്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് വിത്തുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അസൂയ, അത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അത് വിട്ടുമാറണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജഡത്തിന്റെ വിത്ത് ഇതൊക്കെയാണെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്, ജഡത്തിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അവിടെ പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ജഡത്തിന്റെ വിത്ത് വിതച്ച അനേക എക്സാമ്പിളുകളെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആത്മാവിന്റെ വിത്ത് വിതച്ചവരും ഉണ്ട്, അനേക എക്സാമ്പിൾ അവർക്ക് എന്ത് കിട്ടിയെന്നുള്ളതും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജഡത്തിന്റെ വിത്ത് വിതച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഞാനിവിടെ ചില വിത്തുകളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് പോകാം. ബാക്കിയുള്ള വിത്തുകൾ നിങ്ങൾ വിതച്ചതിന്റെ ഫലം നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് അനുസരണക്കേട് വിതച്ചാൽ എന്താണ് ഫലം എന്നുള്ളത് കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏദൻ തോട്ടത്തില് ദൈവം ആദാമിന് ഹവ്വയ്ക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുത്തു. ഒന്നും അവർക്കൊരു പ്രയാസമോ കഷ്ടതയോ ദുഃഖമോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ സമൃദ്ധിയായിട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തതിന് ശേഷമാണ് അവരെ ഏദൻ തോട്ടത്തിലാക്കിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനെല്ലാറ്റിലുപരി എനിക്ക് എപ്പോഴും സന്തോഷിപ്പിക്കുന്ന എന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ദിവസവും കർത്താവ് അവരോട് കൂടെ നടക്കുമായിരുന്നു. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് സഹോദരിമാരെ. കർത്താവ് എല്ലാ ദിവസവും നമ്മളോട് കൂടെ നടക്കാൻ ഇന്നും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ എല്ലാ നാളും 365 ദിവസവും 24 മണിക്കൂറും നമ്മളോട് കൂടെ വേറെ ആരുമില്ല. എന്നാല് ദൈവത്തിന്റെ മക്കളോട് കൂടെ 24 മണിക്കൂറും നമ്മുടെ ഏതവസ്ഥയിലും നമ്മളോട് കൂടെ നടക്കുവാനായിട്ട് നമുക്ക് കർത്താവുണ്ട്. കർത്താവ് അതാണ് പറയുന്നത്, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ആദാമിനോട് കൂടെ ലിറ്ററലി ആയിട്ട് വന്ന് ഈ 24 ഈ ആദാമിനോട് ഹവ്വയോടും കൂടെ കർത്താവ് വന്ന് നടക്കുമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവം ഇല്ലാഞ്ഞിട്ടാണോ? ദൈവം കൂടെ നടക്കാഞ്ഞിട്ടാണോ? ദൈവത്തിൽ സമൃദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? കഴിഞ്ഞ കാലം നന്മകൾ അനുഭവിക്കാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. സാത്താനെ അനുസരിക്കുന്ന മുഖാന്തരമായിട്ട്, സാത്താൻ പറഞ്ഞത് കേട്ടത് മുഖാന്തരമായിട്ട് ദൈവത്തോട് അനുസരണക്കേട് ആദാം കാണിച്ചെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിന്റെ ഫലവും നന്നായിട്ട് ആദാം അനുഭവിച്ചതായിട്ടുള്ളത് നമുക്ക് 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവർത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. ഇവിടെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാവികളായി തീർന്നത് ആദാമിന്റെയും ഹവ്വയുടെയും അനുസരണക്കേട് ആണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അനുസരണക്കേട് നാം വിതച്ചാല്, നമ്മുടെ ജീവിതത്തില് അനുസരണക്കേട് വിതച്ചാല് അതിന്റെ ഫലം വളരെയാണ് എന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ തന്നെ ഇത് കയീന് ഹാബേലിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ, കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോഴ് കയീന് വാസ്തവമായിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഹാബേലിന്റെ കാരണം കൊണ്ടല്ല കേട്ടോ കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരിക്കുന്നത്. അവൻ അതിനൊരു കാരണക്കാരനുമല്ല. എന്നാലും പലപ്പോഴും നാം എങ്ങനെയാണ് മറ്റുള്ളവർക്കുള്ള സമൃദ്ധി ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് കണ്ണുകടിയാണ്. നമുക്കത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് 100% മാർക്ക് കിട്ടുന്നത് കാണാനായിട്ട് അത് നമ്മൾ സന്തോഷിക്കേണ്ടവരാണ്. ഒരപ്പന്റെ മക്കളാണ്. അതൊന്നും നമുക്ക് കാരണമല്ല കേട്ടോ. അത് നമുക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. മറ്റുള്ളവർക്കൊരു നല്ല ജോലി കിട്ടിയാൽ അത് എനിക്കാണ് കിട്ടേണ്ടത് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കിട്ടും, ദൈവം തരും. ചെന്ന് എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ കയ്യൻ ചെന്ന് ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ചോദിച്ചായിരുന്നു.
ചോദിച്ചായിരുന്നെങ്കിൽ, കർത്താവേ, എന്തുകൊണ്ട് എന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല? എന്റെ യാഗത്തിൽ ഞാനും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവന്നതാണല്ലോ, എന്തുകൊണ്ട് എന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന് കയ്യൻ ചോദിച്ചിരുന്നെങ്കിൽ. പക്ഷെ കയ്യൻ ചോദിക്കാൻ ഒക്കത്തില്ല. കയ്യന്റെ ഹൃദയം അസൂയയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് കയ്യൻ ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഹാബേലിനെ കൊല്ലുവാനായിട്ട്, പാപം ചെയ്യുവാനായിട്ട്, ദുഷ്ടതയുടെ ജഡത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ അവന് സാധിക്കുമായിരുന്നില്ല. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും നമ്മളെ ജഡത്തിന്റെ വിത്ത് വിതയ്ക്കുവാനായിട്ട് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് പല സാഹചര്യങ്ങളാണ്. അപ്പൊ നാം ഓർക്കണം, ജഡത്തിന്റെ വിത്ത് നാം വിതച്ചാല് അതിന്റെ ഫലം നാം അനുഭവിക്കും. ഇവിടെ കോപവും അസൂയയും വിതച്ചപ്പോഴ് പിന്നെ അടുത്ത സ്റ്റെപ്പ് വന്നത് കൊലപാതകമാണ്. സ്വന്തം അനുജനെ കൊന്നു. ഇന്ന് നമ്മളും കൊല്ലുന്നവരാണ് പലപ്പോഴും വാക്കുകൾ കൊണ്ട്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കൊല്ലുന്നില്ലായിരിക്കാം, വാക്കുകൊണ്ട് പലപ്പോഴും നാം മറ്റുള്ളവരെ കൊല്ലുന്നവരാണ്. കയീൻ ഹാബേലിനെ കൊന്നു. അതിന്റെ ഫലവും അവൻ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒന്ന് റിപ്പന്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് അവൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. കയ്യൻ പിന്നെ പറയുകയാണ്, ഉൽപ്പത്തി 4:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക്, ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നില ഇനിമേൽ തന്റെ വീട് നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ. അത് കഴിഞ്ഞിട്ട് 15 വരെയുള്ള വാക്യത്തില് അവിടെ ശാപത്തിന്റെ വാക്കുകള് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയായിരുന്നു? സഹോദരനോടുള്ള അസൂയയും കോപവും മുഴുത്തപ്പോഴ് അത് കൊലപാതകത്തിലെത്തി. അത് മുഖാന്തരം അവൻ നശിക്കപ്പെടുന്നതായിട്ടാണ്. നമുക്കും വിതയ്ക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുണ്ട് ഈ വിത്ത്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ കോപം നമ്മുടെ കയ്യിലുണ്ട്, അസൂയ നമ്മുടെ കയ്യിലുണ്ട്. ആ അസൂയം, കോപം, അനുസരണക്കേട് നമ്മളുടെ കയ്യിലുണ്ട്. ഇതെല്ലാമാണ് നാം വിതയ്ക്കുന്നതെങ്കിൽ അതിന്റെ ഫലം നാശകരമാണ്. അതിന്റെ ഫലം കർത്താവ് നമുക്ക് വിചാരിക്കുന്നതിൽ അപ്പുറമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത കുറച്ച് വിത്തുകളാണ് ദുർചിന്ത. നമ്മൾ വായിച്ചല്ലോ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നുള്ളതില് ദുർചിന്ത, ദുർനടപ്പ്, അശുദ്ധി, വ്യഭിചാരം, ഇവ വിതച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. ദൈവം ശൗമേലിനോട് പറഞ്ഞു, മനുഷ്യൻ പുറത്തുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് ആശ്വസിപ്പാനായിട്ട് വകയുണ്ട്. മനുഷ്യർ പറയുന്നതല്ല, എന്നാൽ ദൈവം നമ്മളെ അറിയുന്നു. നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. എന്നിട്ട് ദാവീദിനെ തെരഞ്ഞെടുത്തു. അവനെ രാജപദവിയിലേക്ക് കൊണ്ടുപോയി. അവൻ ഇസ്രായേൽ രാജ്യം മുഴുവൻ രാജ്യത്തിന്റെ അധിപതിയായിട്ട് തീർന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ അവൻ വിതയ്ക്കാൻ തുടങ്ങി കേട്ടോ. അവൻ വിതച്ചത് എന്താണെന്ന് അറിയാമോ? അവൻ രാവിലെ പ്രാർത്ഥിച്ച്, വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ വചനം പഠിച്ചിട്ട് ഇറങ്ങുന്നതിന് പകരമായിട്ട് അവന്റെ ഹൃദയത്തിൽ അവൻ കുറച്ച് വിത്തുകളുമായിട്ട് അവൻ ഇറങ്ങി. അവന്റെ സൈന്യം മുഴുവനും അവന്റെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ആ പടയാളികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുകയും ചെയ്യേണ്ടതിന് പകരമായിട്ട് ദാവീദ് ഇവിടെ രാജധാനിയുടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാജാവ് അവിടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ, ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് വിതച്ചു തുടങ്ങിയാല് പിന്നെ അടുത്തത് ഓട്ടോമാറ്റിക്കലി അസൂയ വിധിച്ചു, അനുസരണക്കേട് വിധിച്ചു, അതിന്റെ ഫലം ഉടനെ അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് 2 ശമൂവേൽ 12 അധ്യായത്തില് നമുക്ക് അത് വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 ശമൂവേലില് അവൻ ഊരാവിന്റെ ഭാര്യയെ കണ്ടു, അവൾ കുളിക്കുന്നത് കണ്ടു. അവന്റെ ഹൃദയത്തിൽ എന്തുണ്ടായി? ദുർനടപ്പുണ്ടായി, അശുദ്ധി ഉണ്ടായി. അതൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ അടുത്തത് വിതയ്ക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ ഊരാവിന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി അത് അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു. അത് മുഖാന്തരമായിട്ട് അവൻ തെറ്റുകാരനായി തീർന്നു. പാപം അവന്റെ ജീവിതത്തിൽ വന്നു. അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. ചതിച്ച് എത്ര പാപങ്ങളാണ് ഒരു പാപത്തിന്റെ ഒരു ചിന്തയിൽ നിന്ന്, ഒരു ദുർചിന്തയിൽ നിന്ന്, ഒരു അശുദ്ധിയിൽ നിന്ന്, ഒരു ചിന്തയിൽ നിന്ന് എന്തെല്ലാം പാപങ്ങളാണ് അടുത്തടുത്ത് ഉണ്ടാകുന്നതെന്ന്, എന്തെല്ലാം വിത്തുകളാണ് അതിന്റെ പുറകെ വിതയ്ക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ഊര്യാവിനെ ചതിച്ചു, ഊര്യാവിനെ കൊലപാതകം ചെയ്തു. എന്നാല് അങ്ങനെ ബെർശേബയെ അവന്റെ ഭാര്യയായിട്ട് അവൻ എടുക്കുന്നതായിട്ട് കണ്ടു. അവൻ വിചാരിച്ചു ആരും കണ്ടില്ല, രാജാവല്ലേ, ആരും കണ്ടില്ല. നമ്മളും പലപ്പോഴും അങ്ങനെയാ വിചാരിക്കുന്നത്. നാം വിതയ്ക്കുന്ന വിത്തുകളൊന്നും ആരും കാണത്തില്ല. നാം രാവിലെ എഴുന്നേറ്റ് 10 പേരോട് മറ്റുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ദൂഷണം പറയുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഓർക്കും, അവരാരോടും പറയത്തില്ല. എന്നാൽ ഒരാളോട് പറയുമ്പോൾ അവർ 10 പേരോട് പറയും.
ആ 10 പേരോട് 100 പേരോട് പറയും, അതിൽ ഒരാളെങ്കിലും പറയും നിന്നെ ആളാണ് ഈ ന്യൂസ് പുറത്തുവിട്ടതെന്ന്. അതുകൊണ്ട് നാം വിതയ്ക്കുന്നത് പലപ്പോഴും നാം വിചാരിക്കുന്ന ആരും അറിയത്തില്ല എന്നാ. ദാവീദും അങ്ങനെ വിചാരിച്ചത്. എന്നാല് ദാവീദ് വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് ഭയനിർദ്ദേശത്തിനായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. 2 ശമൂവേൽ 12 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങള് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 ശമൂവേൽ 12 അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്, നീ എന്നെ നിരസിച്ചു, ഹിത്തിനായ ഊരാന്റെ ഭാര്യ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. വാൾ നിന്റെ ഗൃഹത്തെ, അവൻ വിതച്ചതാണ് കേട്ടോ, അവൻ വിതയ്ക്കാതെ കിട്ടിയതല്ല. പക്ഷെ അവൻ അറിയത്തില്ല, അവന്റെ മക്കൾക്കും അറിയത്തുണ്ടാകത്തില്ല ഈ വാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിൻപറ്റി എന്നുള്ളത്. വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോടുകൂടി ശയിക്കും. അതും നീ രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യമൊക്കെ ഇസ്രായേലിലൊക്കെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദിനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഫലം ദാവീദ് എത്രമാത്രം അനുഭവിച്ചു. സ്വന്തം കുഞ്ഞ് മരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ബർശേബയുടെ കുഞ്ഞ് മരിച്ചു. മാത്രമല്ല കേട്ടോ, നമുക്കറിയാം അബ്നോന് സ്വന്തം സഹോദരിയെ അപമര്യാദയായിട്ട് പെരുമാറിച്ചു. അതിന്റെ ഇതായിട്ട് അബ്നോൻ ആദ്യമായിട്ട് ദാവീദിന്റെ വലിയ ഇഷ്ടമുള്ള പുത്രനായിരുന്നു അബ്നോൻ കൊല്ലപ്പെടുന്നതായിട്ട് നാം കാണുന്നു. മാത്രമാണോ മോനായിട്ട് അബ്ശലോം പിന്നീട് കൊല്ലപ്പെടുന്നതായിട്ട് കാണും. വാള് ഇത് പിന്തുടരുമെന്ന് വിതച്ചത് കൊയ്യുമെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, കൊന്നു. ദാവീദിന് പിന്നെ മരണത്തിൻ്റെതായിട്ടുള്ള വാളിൻ്റെതായിട്ടുള്ള പിന്നെ അതങ്ങ് യാത്രയാണ്. അത് 1ഉം 2ഉം അല്ല. അബ്നോൻ കൊല്ലപ്പെട്ടു, അബ്ശലോം കൊല്ലപ്പെട്ടു, അദോന്യാവ് കൊല്ലപ്പെട്ടു. അങ്ങനെ വാൾ അവന്റെ മതിൽ നിന്ന് അവന്റെ ഭവനത്തിൽ നിന്ന് അത് പിന്തുടർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അടുത്ത ചരിത്രവും മക്കളുടെ ചരിത്രം എന്ന് വെക്കുമ്പോൾ ഈ വാൾ അവരെ പിന്തുടർന്ന അവസ്ഥ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും, നമ്മൾ വിതയ്ക്കുന്ന ഒരു കാര്യത്തിനും നാം തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കേണ്ടിയിരുന്നെങ്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു, നാം തന്നെ അനുഭവിച്ചു തീർന്നേനെ. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നാമും നമ്മുടെ മക്കളും ഒരു മാവ് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് വർഷങ്ങളോളം മാങ്ങ കിട്ടുന്ന പോലെ തന്നെ, ഒരു മുള്ളു കുഴിച്ചിട്ടാൽ വർഷങ്ങളോളം കിട്ടുന്ന പോലെ തന്നെ നാം വിതയ്ക്കുന്നതിന്റെ വിത്ത് അത് നമുക്ക് തന്നെയല്ല, നമ്മുടെ മക്കൾക്ക് തന്നെയല്ല, അവരുടെ കൊച്ചുമക്കൾ പോലും അത് കൊയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വിതയ്ക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ നമുക്ക് അതിന്റെ ശേഷം രണ്ടാമത്തെ കാര്യത്തിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദാവീദിന്റെ കുടുംബത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന്. അതേ സഹോദരിമാരെ, വിതച്ചത് അവൻ അത്രയും വിചാരിച്ചില്ല. അവൻ ദുശ്ചിന്ത വിതച്ചു, ദുർനടപ്പ് വിതച്ചു, അശുദ്ധി വിതച്ചു, വ്യഭിചാരം വിതച്ചു, കൊലപാതകം വിതച്ചു. അതിന്റെ ഫലം അവൻ നന്നായിട്ട് അനുഭവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പ്രിയ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, സഹോദരിമാരായിട്ടുള്ള ടീനേജ് ആയിട്ടുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദപുസ്തകം വായിക്കുകയും കുഞ്ഞുങ്ങള് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടേ ഈ ഭവനത്തിൽ നിന്ന് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അമ്മമാരായിട്ടുള്ളവര് ഓർക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ചിട്ടേ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് ഇറക്കാവൂ എന്ന് വിചാരിക്കണം. കാരണം എന്താന്ന് വെച്ചാല് അവര് പോകുന്ന ലോകം വളരെ ദുഷ്ടത നിറഞ്ഞ ലോകമാണ്. അവര് രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഉടുത്ത് ഡ്രസ് കോഡൊക്കെ ഈ പുതിയ ഡ്രസ് കോഡൊക്കെ വെച്ച് അതൊക്കെ അനുസരിച്ച് അവരങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മള് രാവിലെ അവർ പ്രാർത്ഥിച്ചിട്ടില്ല, അവർ വേദപുസ്തകം വായിച്ചിട്ടില്ല, ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിലില്ല. അവരോട് ചിലര് വന്നിട്ട് പറയും, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ചിലര് വന്നു, ഹായ്, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും, നിന്റെ ഡ്രസ്സ് എത്ര നല്ലതാണ്, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ആകൃതി എത്ര നല്ലതാണ്. ഇങ്ങനെയുള്ള ചില ചിന്തകള്, ഇങ്ങനെ ചില കാര്യങ്ങള് ഈ ചെന്നായ്ക്കള് നമ്മുടെ മുമ്പിൽ വിതയ്ക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റും? അവര് ഓർക്കും, എന്റെ അമ്മ പോലും എന്നെ ഇന്ന് പ്രശംസിച്ചില്ല. അമ്മ വഴക്കായിരിക്കും പറഞ്ഞത്, എന്റെ അമ്മ പോലും പ്രശംസിച്ചില്ല. അപ്പോൾ ഫോൾസ് ലവിന് വേണ്ടി അവരതില് അകപ്പെട്ടു പോകും. അകപ്പെട്ടു പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, അത് കഴിഞ്ഞിട്ട് അത് പോയി ദാവീദിന് പറ്റിയതുപോലെ പോകും. അവിടെ സ്റ്റെപ്പ് വന്നു, പിന്നെ സ്നേഹമായി പ്രേമമായി അത് ചിലപ്പോഴ് എവിടെ വരെ എത്തും? അബോർഷൻ വരെ എത്തും. അനേക കുഞ്ഞുങ്ങളെ
അവരുടെ ഇതില് ചില കുഞ്ഞുങ്ങൾ ക്യാമ്പിൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ചിലരുടെ ജീവിതമൊക്കെ അങ്ങ് അവർ തുറന്ന് നമ്മളോട് ചിലരോടുള്ള ബന്ധത്തില് പറയുമ്പോ കേട്ട് കഴിയുമ്പോൾ നമുക്ക് കണ്ണുനീര് മാത്രമേ നമുക്ക് അത് വെക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത്രമാത്രം വഷളത്വം നിറഞ്ഞതായിട്ട് ഈ ലോകം തീർന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. എന്നാല് അതിന്റെ ഫലം കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെയല്ല അത് അനുഭവിക്കുന്നത്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതായിട്ടുള്ള വിവാഹ ജീവിതം അത് നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള അനേക ദുരന്തങ്ങളാണ് ഈ ഒരു ചെറിയ ഡ്രസ് കോഡിന്റെ കാരണത്താൽ കൊണ്ട് പിന്നെ നമുക്ക് സംഭവിക്കാനായിട്ടുള്ളത്. നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നാം ഓർക്കണം, നമ്മൾ അമ്മമാരായിട്ടുള്ളവർ ഓർക്കണം, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതല് ഞാൻ എന്താണ് വിതയ്ക്കുന്നത്. ഞാൻ വിതയ്ക്കുന്നതിന്റെ അനുസരിച്ച് ഞാൻ കൊയ്യും. ഞാൻ വിതയ്ക്കുന്നതിൽ അധികം ഞാൻ കൊയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മള് യോഗ്യമല്ലാത്ത വസ്ത്രം ധരിക്കുന്നത് മുതൽ തൊട്ട് നമ്മള് മറ്റുള്ളവരുടെ പ്രശംസ, മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത അതെല്ലാം നാം സൂക്ഷിക്കുകയും മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, അശുദ്ധി ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തില് കുഞ്ഞുങ്ങളായ നിങ്ങള് സൂക്ഷിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അല്ല എങ്കില് ദാവീദിന്റെ ജീവിതത്തിൽ പറ്റിയതുപോലെ വന്നു. കർത്താവിന്റെ വചനം പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 6:17 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നാം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:17 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താക്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 3-ാം അധ്യായത്തിലും അത് തന്നെ പറയുന്നുണ്ട്. 3:16 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തെ നാം സൂക്ഷിക്കേണ്ടത് എത്ര പ്രാധാന്യപ്പെട്ടതാണെന്ന് നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്റെ സമയം തീർന്നോ? എത്ര മിനിറ്റോടെ ഉണ്ട്? മാക്സിമം 5 minutes കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അശുദ്ധിയെ വിധിച്ചതായിട്ടുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമതായിട്ടുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ആത്മാവിന്റെ വിത്ത് എന്നുള്ളത്. ആത്മാവിന്റെ വിത്തുകളെ കുറിച്ച് പറയുമ്പോൾ അത് ആത്മാവിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങളാണ്, ആത്മാവിന്റെ പ്രവൃത്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇന്ന് രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിലുള്ള ജനനം അവർക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ട് ആത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മാവിന്റെ ജനനത്തെ കുറിച്ച് പറയാതെ പോകാൻ എനിക്ക് സാധിക്കത്തില്ല. നമുക്കറിയാം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നതായിട്ടുള്ള നമ്മളെ ഈ ലോകത്തിലേക്ക് നമ്മുടെ കർത്താവ് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ആ പാപമാക്കിയ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നു. നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് കർത്താവ് വന്നു. നമ്മുടെ പാപങ്ങളെ കർത്താവിൽ ഇട്ടുകൊടുത്താല് നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും. നമുക്കറിയാം, ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നാണ് നാം കാണുന്നത്. ഹൃദയത്തിന്റെ ഭാരത്തോടു കൂടി മാനസാന്തരപ്പെട്ട്, കർത്താവെ ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് വന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞാല്, കർത്താവിനെ നമ്മുടെ ഏക ദൈവവും ഏകരക്ഷകനുമായിട്ട് സ്വീകരിച്ചാല് നാം ദൈവത്തിന്റെ മക്കളായിട്ട് തീരും. ഇന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചോദിച്ച് രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ നമുക്കുണ്ടോ എന്ന് അറിയത്തില്ല, നാളെ നമ്മളുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണം എന്നുള്ളത് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് ആത്മാവിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ആത്മാവിലുള്ള ജനനം. ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊലോസ്യർ 3:1
12-ാം വാക്യാണ്. അതില് ആ വാക്യം ഞാൻ വായിക്കുന്നില്ല. കൊലോസ്യർ 3:12 അനേക നന്മ, ആത്മാവിന്റെ വിത്തുകളെ, അതിൽ നല്ല വാക്കുണ്ട്, നന്മ ചെയ്യുകയുണ്ട്, ദയയുണ്ട്, മനസ്സലിവുണ്ട്, നീതിയുണ്ട്, ദയയുണ്ട്, സൽപ്രവൃത്തിയുണ്ട്. ഇതെല്ലാം ആത്മാവിന്റെ വിത്തുകളാണ്. ദൈവം നമുക്ക് വന്നിരിക്കാനായിട്ട് രാവിലെ മുതൽ വെറുതെ ഇരിക്കാനല്ല നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. സൽപ്രവൃത്തി ചെയ്യുക, നല്ല വാക്ക് പറയുക, നന്മ ചെയ്യുക, ദയ ചെയ്യുക, മനസ്സലിവ് കാണിക്കുക. ഇതെല്ലാം ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള വിത്തുകളാണ്. ഈ ലോകത്തിൽ നമുക്ക് ദുഷ്ടതയുടെ വിത്ത് നമുക്ക് തന്നു. അതുപോലെ തന്നെ ദൈവം നമുക്ക് ദുഷ്ടതയുടെ വിത്ത് ഉണ്ട് നമുക്ക്, നമ്മൾ പാപികളായി തീർന്നത് മുഖാന്തരമായിട്ട്. അതുപോലെ തന്നെ ആത്മാവിന്റെ വിത്തും ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് വിതയ്ക്കണമെന്ന് നമ്മൾ ദൈവത്തിന്റെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 12:25 ആ വിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗലാത്യർ 6:9 പറയുന്നുണ്ട്. എഫീസർ 4:32 വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ആത്മാവിന്റെ വിത്തുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഇനി ആത്മാവിന്റെ വിത്ത് വിതച്ച ഒരാളെ കുറിച്ച് മാത്രം ഒന്ന് ചൂണ്ടിക്കാണിച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം യോസേപ്പിന്റെ ജീവിതത്തില് യോസേപ്പിന്റെ ജ്യേഷ്ഠന്മാര് യോസേപ്പിനെ വിറ്റുകളഞ്ഞു. കാരാഗ്രഹത്തിൽ അവൻ താമസിക്കേണ്ടി വന്നു. കഷ്ടതയും ഞെരുക്കവും ദുഃഖവും അനുഭവിക്കേണ്ടി വന്നു. എന്നാല് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ചീത്ത വിത്ത് ഒരിക്കലും അവനിൽ നിന്ന് പുറപ്പെട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ എപ്പോഴും അവന്റെ ജീവിതത്തില് ആ നന്മയുടെ വിത്ത് മാത്രം വിതച്ചുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ അങ്ങനെ യോസേപ്പ് നല്ല വിത്ത് വിതച്ചത് മുഖാന്തരമായിട്ട് അവന്റെ ജ്യേഷ്ഠന്മാർ അവസാനം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവനെ കാരാഗ്രഹത്തിൽ നിന്ന് അവൻ വിടുവിക്കപ്പെട്ടു. അങ്ങനെ വിടുവിക്കപ്പെട്ടത് മുഖാന്തരം ആയിക്കഴിഞ്ഞിട്ട് യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്മാര് വന്നിട്ട് അവനോട് പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എത്രയോ ദുഃഖകരമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് അവര് കടന്നുപോയത് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യോസേപ്പ് ഉൽപ്പത്തി പുസ്തകം 50:15 മുതൽ 21 വരെ വാക്യത്തിൽ അത് കാണുന്നുണ്ട്. യോസേപ്പ് അവരോട് പറയാണ്. ആ യോസേപ്പിനോട് പറഞ്ഞപ്പോൾ തന്നെ യോസേപ്പ് കരയുന്നതായിട്ട് കാണുന്നു. ആ ജ്യേഷ്ഠന്മാരെ എത്രമാത്രം അവനെ ഉപദ്രവിച്ചു, എത്രമാത്രം അവനോട് ഉപദ്രവം ചെയ്തു. എന്നാല് ഒരു തിന്മ പോലും അവൻ വിതച്ചില്ല. അവൻ എപ്പോഴും നന്മ വിതയ്ക്കുന്നവരുന്നു. അവൻ വിതച്ചത് എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, സൽപ്രവൃത്തി. ഇത് യോസേപ്പ് വിതച്ചു. വെറുതെ അല്ല. യോസേപ്പിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഓർക്കും. വിതയ്ക്കാൻ അവന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവന് വിതയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാല് അവൻ ഒരിക്കലും തിന്മ വിതച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് യോസേപ്പിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും യോസേപ്പിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിലുണ്ടായിരുന്നു, പൊത്തിപ്പോറിന്റെ വീട്ടിലുണ്ടായിരുന്നു. നമ്മോട് കൂടെ എപ്പോഴും കർത്താവ് ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ എപ്പോഴും നമ്മുടെ സാന്നിധ്യം, ആ മധുരം, ആ കർത്താവിന്റെ മാർവിലൊന്ന് നമുക്ക് ചാരണമെങ്കിൽ നാമും യോസേപ്പിനെ പോലെ നന്മ വിതയ്ക്കുന്നവരായിരിക്കണം. നന്മയ്ക്ക് പകരം തിന്മ വിതയ്ക്കുന്നവരല്ല, തിന്മയ്ക്ക് പകരം നന്മ വിതയ്ക്കുന്നവരായിരിക്കണം. രണ്ടാമതായി അവന്റെ ജ്യേഷ്ഠന്മാർ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മൂന്നാമതായിട്ട് മിസ്രയീം ദേശത്തില് രണ്ടാമതായിട്ട് അവന് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും കിട്ടുവാനായിട്ട് സാധിച്ചു. അത് മാത്രമല്ല, യോസേപ്പ് മുഖാന്തരം ദൈവനാമം മുഹൂർത്തപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല, പുറപ്പാട് പുസ്തകം 13:19 വാക്യത്തിലും യോശുവ 24:32 വാക്യത്തിലും കാണുന്നു, യോസേപ്പിന്റെ അസ്ഥികളെ മാത്രം ഇസ്രായേലിൽ അടക്കുവാനായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന് മാത്രം സ്വദേശത്ത് അടക്കപ്പെടുവാനുള്ള ഭാഗ്യം അവന് കിട്ടിയതായിട്ട് നമുക്ക് കാണുന്നു. ഇന്ന് നമുക്കത് വലിയ പ്രാധാന്യപ്പെട്ടതല്ല. എന്ന് അന്ന് സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇതായിട്ട് തീർന്നു. ഇങ്ങനെ ആയിത്തീരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്നിവിടെയുള്ള സഹോദരിമാരോട് ഇതിൽ പലരും അമ്മായിമ്മമാരും മക്കളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് ഒരു കാര്യവും കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മക്കളെ, തിന്മയ്ക്ക് പകരം തിന്മ വിതയ്ക്കരുത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. പല പെൺമക്കളും ഭവനത്തിലേക്ക് വരുമ്പോൾ അമ്മായിമ്മമാര് ഉപദ്രവിക്കുകയും കുത്തുവാക്ക് പറയുകയും നമുക്ക് കിട്ടേണ്ട അനേക നന്മകൾ നമുക്ക് കിട്ടാതെ വരികയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു കാലം ഉണ്ടാകും ഈ അമ്മായിപ്പന്മാരെ ഒക്കെ നോക്കേണ്ട സമയം. അങ്ങനെ നോക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ മരുമക്കളായിട്ടുള്ള ഒരു മനസ്സിൽ വിചാരിക്കും, എന്നോട് ചെയ്തതിന് ഇപ്പൊ തക്കം കൊടുക്കാനായിട്ടുള്ള നല്ല അവസരമാണ്. അങ്ങനെ കൊടുത്താൽ എന്ത് ഭവിക്കും? ഞാനും വീണ്ടും തിന്മയാണ് വിതയ്ക്കുന്നത്. തിന്മ ഞാൻ വിതച്ചാൽ ഞാൻ മറന്നു പോകാൻ പാടില്ലാത്ത സത്യം
തിന്മ ഞാൻ വിതച്ചാൽ തിന്മ ഞാൻ കൊയ്യുകയുള്ളൂ. എന്നാല് അപ്പോള് നന്മ വിതയ്ക്കുവാനായിട്ട്, സ്നേഹം വിതയ്ക്കുവാനായിട്ട്, അനുസരണം വിതയ്ക്കുവാനായിട്ട്, ക്ഷമ വിധിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാമും സ്നേഹം, സന്തോഷം, ക്ഷമ ഇത് നമുക്ക് തിരിച്ച് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഫീൽഡിലും ഈ വിതയും കൊയ്ത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വിതയ്ക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്യവും കൂടെ വായിച്ചിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ റോമർ 12-17 മുതൽ 21 വരെ വാക്യത്തിൽ കാണുന്നു. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിട കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുത്തിക്കും. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. എനിക്ക് പറയുവാനായിട്ടുള്ളത് എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും കർത്താവെ, തിന്മയോട് തോൽക്കാതെ എന്റെ ഓരോ ദിവസമുള്ള സ്റ്റെപ്പിലും തിന്മ ചെയ്യുന്നവരോട് നന്മ കൊണ്ട് ഉത്തരം പറയുവാനായിട്ട് കർത്താവ് എന്നെ സഹായിക്കണം. ഇത് പഠിച്ചപ്പോൾ ഞാൻ അതാണ് പഠിപ്പിച്ചത്. പ്രിയ സഹോദരിമാരോട് എനിക്കിന്ന് പറയാനുള്ളത്, തിന്മയോട് നമ്മൾ തോൽക്കരുത്, തിന്മയ്ക്ക് നമ്മൾ തോറ്റു കൊടുക്കരുത്. തിന്മ വരുന്ന സ്ഥാനങ്ങളിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്വല്പസമയം ഞാൻ കൂടുതൽ എടുത്തു, എന്നോട് ഞാൻ ക്ഷമിക്കണം. എന്റെ സബ്ജക്ട് ഒരു വലിയ സബ്ജക്റ്റ് ആയിപ്പോയി. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇവിടെയുള്ള ദൈവമക്കളോടും ഇവിടെയുള്ള സഹോദരിമാരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ നാമം